എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസ്, അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് നാറ്റ എക്സാമിനേഷൻ്റെ സ്കോറും അത് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ സ്കോറുമാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റ് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ കീമിന് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് കീം 2024 ഓൺലൈൻ അപേക്ഷ എന്നുള്ള ലിങ്ക് വഴിയും, അതുപോലെ ഓൾറെഡി അതായത് എഞ്ചിനീയറിംഗ്, ഫാർമസിക്ക് മാത്രം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ആർക്കിടെക്ചർ, ഇവയിൽ ഏതെങ്കിലും കോഴ്സുകൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മറ്റ് കോഴ്സുകൾ, അതായത് ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആ ഒരു കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനും അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ കീം 2024 ഓൺലൈൻ അപേക്ഷ എന്നുള്ള ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ആഡ് കോഴ്സസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതും, അത് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ വല്ല ഫീസ്, അതായത് അധിക ഫീസ് വല്ലതും വരികയാണെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അപേക്ഷ കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്യുന്നതിനായിട്ട്, അതായത് ആ ഒരു അപേക്ഷ നൽകാനായിട്ട് കീം 2024 ഓൺലൈൻ അപേക്ഷ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക്, അതായത് രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് അതായത് ഈ ഒരു പുതുതായിട്ട് ഈ ഒരു മെഡിക്കൽ അലൈഡ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ മാത്രമാണ് നൽകാൻ സാധിക്കുക. ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ പുതിയ അപേക്ഷ നൽകുക. ഓൾറെഡി ഈ ഒരു ഫാർമസി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും നാറ്റ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. ഓപ്ഷൻ നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത്, ആ ഒരു ഫീസ് വിദ്യാർത്ഥികൾ അടക്കുകയും അതിനുശേഷം നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷനോ മറ്റോ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഈ ഒരു അനുബന്ധ രേഖകൾ വിദ്യാർത്ഥികൾക്ക് പിന്നീട് സമർപ്പിക്കാനായിട്ട് അവസരം നൽകുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു പ്രോസ്പെക്ടസിലെ 7.4 പരാമർശിച്ച പ്രകാരമുള്ള ഡോക്യുമെൻറ്റുകളുമായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ജൂൺ 19 വൈകുന്നേരം 6 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ കോഴ്സുകൾ, അതായത് പുതുതായിട്ട് അപേക്ഷ നൽകാനും, അത് ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകാനും, ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനുമുള്ള അവസരം ലഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.